ഫിക്ഷനാ അല്ല എന്റെ സ്വന്തം കേട്ടോ നമ്മുടെ സ്വന്തം ആ ചേട്ടൻ പറഞ്ഞു അങ്ങനെ അപ്പുചേട്ടന്റെ സ്വന്തം എന്റെ നേരം നോക്കല്ലേ നീ അങ്ങോട്ട് നോക്കിക്കോ ക്യാമറയ്ക്കോ ആ ഞാൻ ഓക്കെ ആയിക്കോട്ടെ ചേട്ടാ ഞാനങ്ങനെ റൊമാൻറ്റിക് ഒന്നും അല്ല ഇല്ല അത് ചെയ്യില്ല ഓക്കെ തുടങ്ങട്ടെ തുടങ്ങ്. ട്രോളിംഗ് ആണോ ആണോ എന്താ പറയണ്ടേന്ന് അറിയില്ല എങ്ങനെ തുടങ്ങണ്ടേന്ന് അറിയില്ല പക്ഷെ എന്തായാലും തുടങ്ങിയല്ലേ പറ്റുള്ളൂ ചേട്ടാ അതെ അതെ ഒന്നും പറയണ്ട ശരിയായിരുന്നോ ചേട്ടാ ഞാൻ പണ്ടേ റൊമാൻറ്റിക് അല്ല ശരിക്കും എന്താ പറയണ്ടേന്ന് അറിയില്ല എങ്ങനെയാ പറയണ്ടേന്ന് അറിയില്ല പക്ഷെ എന്തായാലും പറഞ്ഞാലല്ലേ പറ്റുള്ളൂ തുടങ്ങിയാലല്ലേ പറ്റുള്ളൂ എന്ത് പറഞ്ഞ് തുടങ്ങണം എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ രണ്ടും കൽപ്പിച്ച് തുടങ്ങാൻ പോവാണ് മൈൽസ്റ്റോൺ ഇവന്റ്സ് പ്രസൻസ് മൈൽസ്റ്റോൺ ഇവന്റ്സ് പ്രസൻസ് ചക്കമ്പക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ചക്കമ്പക്കത്തിൽ എന്റെ കൂടെ ഉള്ളത് നമ്മുടെ സ്വന്തം സൂപ്പർ വാവ. അപ്പൊ ഇത് നമ്മുടെ സെക്കൻഡ് ഇന്റർവ്യൂ ആണ്. അപ്പൊ ഇത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പാർട്ട് 2 എടുക്കോ. അപ്പൊ അതുകൊണ്ടാണ് സൂപ്പർ വാവയായിട്ടുള്ള പാർട്ട് 2 എടുക്കുന്നത്. അപ്പൊ എന്റെ ഷോ ചക്കമ്പക്കത്തിൽ ആദ്യമായിട്ടാണ് പാർട്ട് 2 ഒരാൾ വരുന്നത്. ഇവരൊക്കെ ചോദിക്കാൻ പറഞ്ഞു എപ്പോഴെങ്കിലും എന്റെ അടുത്ത് പ്രണയം തോന്നിയിട്ടുണ്ടോ? എനിക്കും തോന്നിയിട്ടില്ല കേട്ടോ. പറഞ്ഞു ഇവര് എന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പറഞ്ഞു എനിക്കും തോന്നിയിട്ടില്ല. ഞാനും പറഞ്ഞില്ലേ കുട്ടി കുറച്ചും കൂടി ചെറുക്കുണ്ട്. അങ്ങനെ അല്ല കാര്യത്തില് എന്റെ സങ്കല്പത്തിലെ കുട്ടി എന്നെക്കാളും ഒന്നും കൂടി ഭംഗിയുണ്ട്. എന്റെ ചെക്കൻ എന്നെക്കാട്ടിലും സൂപ്പറാ. ആയിക്കോട്ടെ, അതിന് ഞാൻ പറഞ്ഞില്ലല്ലോ, ഞാൻ ചോദിച്ചില്ലല്ലോ. അല്ല ഇജിന്നോട് ചോദിച്ചു, അല്ലല്ല ഇജിന്നോട് ചോദിച്ചു സൂപ്പർ വാവക്ക് എപ്പോഴേലും എന്നോട് ഇഷ്ടം ഇത് കട്ടിയാണോ കേട്ടോ? ആയിക്കോട്ടെ. എന്റെ ഫ്രണ്ട് ശരിയല്ല കേട്ടോ. ഓൻ ഇങ്ങനെ എന്തല്ലോ കാണിക്കണം. ഈ കോടിയാന്ന് പറഞ്ഞ അയ്യേ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം ഒരുപാട് പേര് എനിക്ക് അന്ന് മെസ്സേജ് ചെയ്തിട്ട് ചോദിച്ചു ചെങ്ങായി എങ്ങനെയാണ്, ശരിക്കും ഭയങ്കര തേപ്പുകാരനാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഇതിനൊരു മറുപടി ഈ ആയിട്ട് തന്നെ കൊടുത്താളി. ഐ വാസ് ഇപ്പൊ അല്ല. ഇനി റെഡി ടു മിങ്കിൾ ആണോ? പിന്നെ ഞാൻ എന്താ ആണല്ലേ. അപ്പൊ 2 ദിവസം മുമ്പ് ബ്രേക്കപ്പ് ആയതിന്റെ സങ്കടമൊന്നുമില്ല? ഐശ്വര്യക്ക് കല്യാണം കഴിക്കണ്ടേ? ബ്രേക്കപ്പ് ഐശ്വര്യ അല്ല 2 ദിവസം മുമ്പല്ലേ ബ്രേക്കപ്പ് ആയത്? ഐശ്വര്യ എന്താ 2 ദിവസം മുമ്പല്ലേ ഐശ്വര്യ? ഞാൻ പിന്നെ എന്താ വിഷമിച്ച് കരഞ്ഞിരിക്കണോ? ഇല്ല വേണ്ട. എന്നോട് ചൂടായതല്ലോ. ഇല്ല ഞാൻ പറഞ്ഞതാണ്. ഇങ്ങനത്തെ ഒരു ജീവിനെ ഇങ്ങനത്തെ ഞാൻ നോക്കൂട്ടോ. എന്നിട്ട് പറയും. പിന്നെന്താ ഏതോ ഒരു വീഡിയോയില് കണ്ടല്ലോ, ഏതോ ആളെ ആരാ കള്ളപ്പന്നി നല്ലത് വരട്ടെ എന്നൊക്കെ പറയണത്. ആ ക്രീം ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ടായിരുന്നു? അതാണോ ഈ ബ്യൂട്ടിഫുൾ ഫേസിന്റെ രഹസ്യം? വെറുതെ പറഞ്ഞത് എന്തെങ്കിലും പറയണ്ടേ? ഇല്ല അയ്യനെ കൊറേ നോക്കിക്കണ തിരിച്ചു വരുന്നത്. ചോദിക്കാൻ പറഞ്ഞിരിക്കും. അതങ്ങനെ ഒരു എന്ത് ജീവി കഴിച്ചത്?
ചൊറുക്കുണ്ടോ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാൻ നോക്കണ്ടോ എന്താ എന്റെ ഐ ഡി ഇല്ലടാ സാരമില്ല അയ്യോ അങ്ങനെയൊന്നും വിചാരിക്കണ്ട വാവനെ അറിയണല്ലേ വാവയ്ക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു ഗൈസ് സത്യം പറയാലോ ഞാൻ സ്ക്രിപ്റ്റ് അയച്ചിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞാണ് ഞാനും അങ്ങോട്ട് പറഞ്ഞാണ് അല്ല വാവ മാന്യനാണ് വാവ നല്ലൊരു മനുഷ്യനാ ഇപ്പൊ നിങ്ങൾ ഫസ്റ്റ് വിടും ചെയ്തത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും ഇത് സ്ക്രിപ്റ്റ് ഇത് കേറ്റില്ലേ ഇത് സ്ക്രിപ്റ്റ് അല്ലേ സത്യം പറഞ്ഞു സീരിയസ് ആയിട്ടാണോ ഞാൻ അങ്ങനെ ആക്കിയല്ല പഠിച്ചോനാണ് ഞാനത് കണ്ടപ്പോ തന്നെ വാവക്ക് മനസ്സിലായി വാവ എന്താ ചോറല്ലേ തിന്നത് എന്നിട്ട് ഓള് എന്താ എന്താ ക്ലിക്ക് ബൈറ്റ് ആയിട്ടാ വേണ്ടി ഞാനെന്തോ പറഞ്ഞ പോലെ പറയുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞാണ് ചേട്ടൻ എന്ത് പറയാ ചേട്ടനെ ചോദിക്കാൻ പറഞ്ഞത് എനിക്ക് ഇഷ്ടമാണോ ചോദിക്കാനൊക്കെ ഞാനിപ്പോ നാറു ഇല്ല ഓഡിയൻസ് അല്ല ഇനി എന്താ എനിക്ക് പണ്ടേ പടം വരയ്ക്കാൻ അറിയത്തില്ല വരക്കാനൊക്കെ എനിക്ക് ആകെ ഒരു മുഖത്തോട് നോക്കി വരയ്ക്കണം എന്താ മുമ്പിലുള്ള വസ്തുവിനെയാണ് വരയ്ക്കേണ്ടത് അപ്പം എന്റെ മുമ്പിൽ ആരാ ഇതെന്താ വരാത്തത് അതെ മുമ്പിലുള്ള ജന്തുവിനെയാണ് വരയ്ക്കേണ്ടത് പക്ഷെ അതിലേക്ക് നോക്കരുത് നോക്കാണ്ട് എന്റെ നേരെ നോക്കി വരയ്ക്കണം ഓക്കെ 1 2 3 ഗോ ഫസ്റ്റ് നോക്കാൻ പറ്റൂലേ എവിടെ തുടങ്ങണ്ട മോനെ എനിക്ക് ഇതിലേക്ക് നോക്കാൻ പറ്റൂല ഈ എന്റെ മുഖത്ത് നോക്കി വേണം വരയ്ക്കാൻ ഞാൻ എന്റെ മുഖത്ത് നോക്കി വരയ്ക്കൂ ഓക്കെ അയ്യോ നോക്കാൻ പറ്റൂലേ പിന്നെ കൊളാക്കിയ മെഹറേ സൂപ്പർ ഇതെവിടെ എന്ത് വൃത്തിയുടെ ശരിയാ എനിക്ക് ഓ എന്റെ പിന്നെ സൂപ്പറാലോ ശരിയാ നോക്കാൻ പറ്റൂലേ എടങ്ങണിട്ട് നോക്കാൻ പറ്റുമോ പറ്റൂലട്ടാ എത്തിക്സ് ഞാൻ നല്ല പോലെ വരക്കണേ സൂപ്പർ ആയിരിക്കും ഞാൻ സൂപ്പർ ആയിട്ട് സൂപ്പർ ഇത് നോക്കാൻ അങ്ങനെ വരികയാണേ തോന്നണേ എനിക്കും തോന്നുന്നുണ്ട് ഒന്നും കൂടി മായ്ച്ചു വരച്ചാലോ നടക്കൂലട്ടാ കണ്ണില്ലേ എനിക്ക് അങ്ങോട്ട് നോക്കാൻ പോവാണേ ഇത് അങ്ങോട്ട് നോക്കാൻ തോന്നാണേ ഈ കണ്ണ് വലുതാ ഈ കണ്ണ് ചെറുതുവോ അങ്ങനെയാണോ ആ ഈ കണ്ണ് വലുതും ഈ കണ്ണ് ചെറുതുവോ പിന്നെ മൂക്കെന്ന് ചാമ്പക്ക എന്റെ കോയൽ കിണർ 2 കോയൽ കിണർ മതി മോളെ അപ്പം ക്രൂ ആരുടെ ഇതാ സൂപ്പർ എന്താ ഇർഷാദാണ് ഇവിടെ ഏറ്റവും സത്യസന്ധമായിട്ടുള്ള ഒരാൾ ഇർഷാദ് പറയും ഇതിനകത്ത് ആര് വരച്ചത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് എന്നാലും ഒരെണ്ണം പറഞ്ഞാൽ മതി ബിരിയാണി ഇർഷാദ് പൗഡർ അതല്ലേലും ഇർഷാദ് അങ്ങനെ പറയുള്ളൂ ഇർഷാദാണെ ചിലപ്പോ എന്നെ പറഞ്ഞത് ഇതെന്താ ആംഗ്രി ബേർഡ്സിലും മറ്റേ ഞാൻ ഇങ്ങനെയൊന്നല്ല ഇരിക്കണേ ആംഗ്രി ബേർഡ്സിലെ കിളീനെ കുറച്ച് എന്റെ ഫാൻസാര് കേട്ടാ മോനെ എന്നെ പങ്ങിക്കിടും കേട്ടല്ല അനക്ക് മാത്രല്ല സൂപ്പർ മാവ ഫാൻസ് ഉണ്ടെന്ന് വെച്ചിട്ട് എനിക്കും ഫാൻസ് ഒക്കെ ഉണ്ട് പിന്നെ ഈ വലിയ ടോപ്പ് ചേട്ടോ ചേട്ടൻ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റൂല ഇതെന്താ ഇങ്ങനെ ഒന്നല്ല എന്റെ നല്ല സ്ട്രെയിറ്റ് ഹെയറാ എന്റെ നല്ല സ്ട്രെയിറ്റ് ഹെയറാ മോനെ മ്യൂച്വൽ ധാരണ പോവാം അതെവിടെയും വെച്ചോ എനിക്കെന്തിനാ അവിടെ കൊടുത്തോ കട്ടി 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 ഓല് ബൈറ്റ് കയറ്റൂട്ടോ ഓല് ബൈറ്റ് കയറ്റു ക്ലിക്ക് ബൈറ്റ് കയറ്റും പറയാ ക്ലിക്ക് ബൈറ്റോ മറ്റേ ഇജ്ജ് പറയണേ ചെലപ്പോ കയറ്റും പറയാ ചെയ്ത്താൻ്റെ കടലിൽ നടുവിലേ
എനിക്ക് എങ്ങനെ പറയണ്ടേന്ന് എനിക്ക് അറിയില്ല. പിന്നെ ഞാൻ പണ്ടങ്ങനെ വലിയ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരാളൊന്നും അല്ല. പിന്നെ ആ ഇന്റർവ്യൂ എനിക്ക് പണ്ടൊന്നും എനിക്കിങ്ങനെ സൂപ്പർ വാവ ആരാന്നൊന്നും എനിക്കങ്ങനെ അറിയൂലായിരുന്നു. പിന്നെ ഇപ്പം രണ്ടാമതൊരു അവസരം കിട്ടി, ലൈക്ക് പിന്നെയും ഭാവേനെ കാണാൻ, ആ ഭാവേന്റെ അടുത്ത് സംസാരിക്കാനൊക്കെ. എന്താ വിറയ്ക്കുന്നേ? പൂച്ചേനെ കൊണ്ട്. പിന്നെ എൻ്റെ ആ ഒരു എന്നെ വരച്ച ആ ഒരു ചിത്രം കൂടെ കണ്ടപ്പം വീണ് അലിഞ്ഞു പോയി. എന്താ പറയാ, ഞാൻ ഇപ്പൊ ഇങ്ങനെ ചിരിച്ചിങ്ങനെ പറയുന്നൊന്നും കേണ്ട. എനിക്ക് ഭാവേനെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എൻ്റെ ഭാവേനെ കാണുമ്പോൾ എനിക്ക് സത്യമായിട്ട് എൻ്റെ അനിയനെ പോലെ എനിക്ക് തോന്നണേ. എനിക്ക് എന്റെ വല്യമാനി അപ്പൊ അനിയനെ പോലെ സൂപ്പർ. എന്റെ അനിയനെ കണ്ടിട്ടുണ്ടാ? എന്റെ അനിയനെ മോനെ അന്നെ പോലെ ഒന്നും ഇല്ലട്ടോ. എന്റെ അനിയനെ കാണാൻ ചെക്കന്മാര് ചെക്കന്മാരോ പെണ്ണുങ്ങള് ക്യൂ. അതറിയാം എനിക്ക് അറിയാം. എന്റെ അനിയനാക്കി പറഞ്ഞിട്ട് ഹാപ്പി അല്ലേ? പിന്നെ എവിടെ നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും. നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും. അതന്നെ എനിക്ക് അതന്നെ എന്റെ അടുത്ത് പറയാനുള്ളത്. അമ്മ എനിക്ക് പനി. ഇതെന്താ? ഇതൊക്കെ ഉള്ളതാ? ഓ, ഇത് ഞാൻ പൊളിക്കും. ജസ്റ്റ് ഫോർ യു. ഇന്നത്തെ ഫുൾ ജേണി ഒരു വല്യമാന പോലൊന്നും കേട്ടോ. അത് ക്യാമറയിൽ പറഞ്ഞാൽ മതി. അത് പറഞ്ഞാണ്ടാണ് ഞാൻ തുടങ്ങുമ്പോ തന്നെ പറഞ്ഞു. വലിയ വലിയ മൂത്തമ്മന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മോനെ പല്ല് നടിച്ചോ. ആ ആവൂലട്ടാ. ആ പറ ഗൈസ്. ഗൈസ് പണിഷ്മെന്റ് ലാസ്റ്റ് മെസ്സേജ് റിസീവ്ഡ് ഇൻ ഇൻസ്റ്റ. ഏതില്? എന്റെ പേജിലോ? സൂപ്പർ വാവയിലോ? സൂപ്പർ വാവ. സൂപ്പർ. എന്റെ മെസ്സേജ്. എന്റെ മെസ്സേജാ? ഞാനല്ലട്ടോ. ഇതാ സെറ്റ്. ഇതാ സെറ്റ്. സെറ്റ്. അയ്യോ, അത് എടുക്കൊന്നും വേണ്ട, അത് അവിടെ വെച്ചോ. എന്തിനാ വെറുതെ കാണിക്കണേ? അല്ല, എന്റെ താഴെയുള്ള മെസ്സേജ്. ഓക്കെ. ഫേവറേറ്റ് ടൂറിസ്റ്റ് ലൊക്കേഷൻ? ഊട്ടി. കൊടൈക്കനാലല്ലേ അന്ന് പറഞ്ഞത്? കൊടൈക്കനാൽ പോയിട്ട് അവിടെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ ഊട്ടി തന്നെ പറഞ്ഞേ. ഹലോ, ഞാൻ ഊട്ടി തന്നെ പറഞ്ഞു. ഓക്കെ. പേടിയാണ്ടോ? ഞാൻ തന്നെ പേടിക്കണ. പിന്നെ എങ്ങനെ ഞാൻ ഓളെ കുറ്റം പറയാതിരിക്കുക? ഗൈസ് നിങ്ങൾ പറയും ഇന്ന നത്തോലി എന്നൊക്കെ വിളിക്കുന്നത്. വല്യമ്മയൊക്കെ എന്നിട്ട് പറയണേ.